കൊക്കൈനുമായി ബന്ധപ്പെട്ട മയക്കുമരുന്ന് കേസിൽ പ്രശസ്ത തമിഴ് തെലുങ്ക് നടൻ ശ്രീകാന്തിനെ ജൂലൈ 7 വരെ ചെന്നൈ കോടതി ജുഡീഷ്യൽ കസ്റ്റഡിയിൽ വിട്ടു. നടനെ നങ്കുപ്പാക്കം പോലീസ് സ്റ്റേഷനിൽ മണിക്കൂറോളം ചോദ്യം ചെയ്ത ശേഷമാണ് ഔദ്യോഗികമായി അറസ്റ്റ് ചെയ്തത്. ശ്രീകാന്ത് കൊക്കൈൻ വാങ്ങി ഉപയോഗിച്ചതായും മയക്കുമരുന്ന് വിതരണവുമായി ബന്ധം പുലർത്തിയതായും പോലീസ് പറഞ്ഞു. നടന്റെ രക്തസാമ്പിളുകൾ വൈദ്യപരിശോധനയ്ക്കായി അയച്ചിട്ടുണ്ടെന്നും മെഡിക്കൽ റിപ്പോർട്ടിൽ മയക്കുമരുന്ന് ഉപയോഗം സ്ഥിരീകരിച്ചതായും റിപ്പോർട്ടുണ്ട്. മുൻ AIDMK അംഗം കൂടി ഉൾപ്പെട്ട ഒരു പബ്ബിലുണ്ടായ വഴക്കിനെ തുടർന്ന് കണ്ടെത്തിയ മയക്കുമരുന്ന് ശൃംഖലയെ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണമാണ് ശ്രീകാന്തിന്റെ അറസ്റ്റിൽ കലാശിച്ചത്. നിരവധി പേർ നിലവിൽ ഈ കേസുമായി ബന്ധപ്പെട്ട് പിടിയിലായിട്ടുണ്ട്. ദക്ഷിണേന്ത്യൻ സിനിമാ മേഖലയിൽ പരിചിതനായ ശ്രീകാന്ത് 2002 റോജക്കൂട്ടം എന്ന ചിത്രത്തിലൂടെയാണ് അരങ്ങേറ്റം കുറിച്ചത്. ബോളിവുഡ് ചിത്രമായ 3 ഇഡിയറ്റ്സിന്റെ തമിഴ് റീമേക്കറായ നൻപനിലെ വേഷം ഉൾപ്പെടെ 70ഓളം ചിത്രങ്ങളിൽ അഭിനയിച്ചിട്ടുണ്ട്. അതേസമയം മയക്കുമരുന്ന് വിഷയത്തിൽ തമിഴ്നാട്ടിൽ രൂക്ഷമായ രാഷ്ട്രീയ പോരിന് തുടക്കമിട്ടിരിക്കുകയാണ്. പ്രതിപക്ഷ പാർട്ടിയായ AIDMKയ്ക്കും BJPക്കും ഭരണകക്ഷിയായ DMKയെ ലക്ഷ്യം വെച്ചുകൊണ്ട് ക്രമസമാധാന നില താർന്നുവെന്ന് ആരോപിക്കുന്നുണ്ട്. എന്നാൽ ആരോപണങ്ങൾ ശക്തമായി നിഷേധിച്ച DMK മയക്കുമരുന്ന് ശൃംഖലയ്ക്കെതിരെ അടുത്തിടെ പോലീസ് എടുത്ത കർശന നടപടികൾ ഉയർത്തിക്കാട്ടി ഈ വാദങ്ങളെ പ്രതിരോധിക്കുകയും ചെയ്തു. ന്യൂസ് ഡെസ്ക് സാഗ് ന്യൂസ്. നേരിന്റെ വാർത്തകൾ നിങ്ങളുടെ വിരൽത്തുമ്പിലെത്താനായി സാഗ് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിനൊപ്പം നിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു.